ഹായ് അസ്സാം വലൈക്കും. നമ്മൾ പോയടുത്തുള്ള ഫുഡിന്റെ മെനു ആണ് കേട്ടോ. രാവിലെ തന്നെ ഒരു 5:15 ആകുമ്പോൾ തന്നെ ഇവര് കോഴിമുട്ടയും പഴവും പിന്നെ ഹോർലിക്സോ ബൂസ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാവും. പിന്നെ കഷായം ഉണ്ടാവും കേട്ടോ. ആദ്യത്തെ 15 ദിവസം കഷായം ഉണ്ടാവും. പിന്നെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം വെറൈറ്റി ആയിട്ട് ഓരോ ദിവസം വെവ്വേറെ ആണ് കേട്ടോ ഉണ്ടാവുക. ഇപ്പം 10 മണിക്ക് ചിലപ്പം കഞ്ഞിയായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലെ ചോറും കോഴിമുട്ടയും ഉള്ളി താളിച്ചതായിരിക്കും ഉണ്ടാവുക. പിന്നെ ചിലപ്പോൾ മന്തി ആയിരിക്കും. സാദാ ചോറാണ്. ആഴ്ചക്ക് ഒരു ദിവസം വ്യത്യസ്തമായിട്ടുള്ള ചോറുകളുണ്ട്. പിന്നെ നേരിയ പത്തിരി രാവിലെ ആണെങ്കിൽ തന്നെ നേരിയ പത്തിരിയോ മുട്ടക്കറിയോ പിന്നെ അല്ലെങ്കിൽ ഇറച്ചിന്റെ കറിയോ അല്ലെങ്കിൽ വെള്ളപ്പോ അങ്ങനെയൊക്കെ ആയിട്ട്. ചില ദിവസങ്ങളിൽ 10 മണിക്ക് ഞാൻ പറഞ്ഞില്ല കഞ്ഞിയാണെന്ന്, ചിലപ്പോൾ തേങ്ങാപ്പാൽ ഒഴിച്ചിട്ടുള്ള കഞ്ഞി, ചിലപ്പോൾ ഇതേപോലെ നമ്മളെ ക്യാരറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള കഞ്ഞി. ഇത് തേങ്ങാച്ചോറാണ് കേട്ടോ. ഇത് ഇടയ്ക്കൊക്കെ വരും, ഞാൻ പറഞ്ഞില്ല വെറൈറ്റി ഉണ്ടാവും. അപ്പം നല്ല ആട് വരട്ടിയതും നല്ല ക്യാബേജ് ഒക്കെ ആയിട്ട് നല്ല ഫുഡൊക്കെ ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു. 15 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ സൂപ്പ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതേപോലെ തന്നെ വൈകിട്ടാണെങ്കിൽ തന്നെ ഒരു ദിവസം ചെറുപയറാണെങ്കിൽ ഒരു ദിവസം മമ്പയർ, ഒരു ദിവസം പിന്നെ പാലായ്ക്ക അല്ലെങ്കിൽ കിച്ചടി അങ്ങനെയൊക്കെ ആയിട്ടാണ് വൈകിട്ട് ഒരു തരുന്നത് കേട്ടോ. എല്ലാം കറക്റ്റ് ടൈമിന് റൂമിലേക്ക് എത്തും കേട്ടോ. ഇവരെ ഫുഡിന്റെ ടേസ്റ്റ് എന്ന് പറയാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഫുഡാണ്. നമുക്ക് ഫുഡ് ടേസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ കഴിക്കാനൊരു ഇതുണ്ടാവില്ലല്ലോ. അപ്പോൾ പിന്നെ എല്ലാം നല്ല. ഇനി പച്ചക്കറി ആണെങ്കിലും ചിക്കൻ കറി വെക്കുകയാണെങ്കിൽ ഇത് കാടാണ് കേട്ടോ. അങ്ങനെ ചിക്കന് കറി വെക്കുകയാണെങ്കിലും ബോയിലർ ഇവിടെ വെക്കലില്ല കേട്ടോ. അല്ലാത്ത ചിക്കൻ എടുക്കുമ്പോൾ കാടാണ് എടുക്കല്. കണ്ടോ, എപ്പോഴും രാത്രി ആയാലും ഒരു ഉച്ചക്കാണെങ്കിലും പിന്നെ ഉപ്പേരി എന്തായാലും നിർബന്ധമായിട്ടുണ്ടാവും കേട്ടോ. ഇനിയിപ്പോൾ അങ്ങനെ പറയല്ലോ, വെറൈറ്റി ആയിട്ട് ഓരോന്നായിട്ടുള്ള ഫുഡുകളാണ്. ഞാൻ പിന്നെ ഇവിടുത്തെ ഫുഡിന്റെ റെസിപ്പി ഇടാൻ പേഴ്സണലായിട്ട് ഓരോരുത്തർ ചോദിച്ചിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുള്ളത്. ഇത് മീൻകറിയും ബീറ്റ്റൂട്ട് ഉപ്പേരിയും പപ്പടമൊക്കെ. ഇത് നൈറ്റിലേക്കുള്ളത് കേട്ടോ. അപ്പൊ എന്തായാലും ഇന്ന് ഉച്ചക്കത്തെ രാത്രി ഉണ്ടാവില്ല, രാത്രിത്തെ ഉച്ചക്ക് ഉണ്ടാവില്ല, രാവിലൊക്കെ ഒക്കെ എല്ലാ നേരവും വെറൈറ്റി വ്യത്യസ്തമായിട്ടുള്ള ഫുഡാണ് ഉണ്ടാവും കേട്ടോ. ഇഡ്ഡലിയും സാമ്പാറും ചിലപ്പോൾ ചട്നി ഉണ്ടാവും. ഇന്ന് സാമ്പാർ മാത്രമേ ഉള്ളൂ. അങ്ങനെയൊക്കെ ആയിട്ട് അവരെന്തായാലും ഫുഡിന്റെ കാര്യത്തിൽ ഒരു ഇതും പറയാനില്ല. നല്ല അടിപൊളി ഫുഡ് തന്നെയായിരുന്നു കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ല, ഇത് എന്നോട് ചോദിച്ചിരുന്നു അവിടുത്തെ ഫുഡൊക്കെ എങ്ങനെയാന്നുള്ള. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ പറഞ്ഞിരിക്കേണ്ട. അപ്പോൾ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതിൻ്റെ ഇത് മനസ്സിലാവല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ വീഡിയോ ഇട്ടിരിക്കുന്നത് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാം.